പ്രകാശിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ ബാക്കി സീരീസ് ആയിട്ടാണ് ഗൈസ്. അതെ ഗൈസ്, ബാക്കി സീരീസ് ഏതാണ്ട് 3 മാസം മുമ്പാണ് നമ്മുടെ ലാസ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ ഇത്രയും ദിവസം നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തൊട്ട് അവിടെ ഇടും ഗൈസ്. ശരിക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ ലാസ്റ്റ് സീരീസ് എനിക്ക് തോന്നുന്നു അയൺ ആർമറിലെങ്ങാണ്ടാണ് നിർത്തിയിരുന്നു. അപ്പൊ എൻ്റെ ആർമറൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഞാൻ എന്തിനാണോ ഉണ്ടാക്കി വെച്ചത് തന്നെ ഞാൻ മറന്നുപോയി ഗൈസ്. അതെ, 3 മാസം മുമ്പ് എല്ലാം മറന്നുപോയി. ബാക്കി എന്താണ്ടൊക്കെ പെട്ടിക്കകത്തൊക്കെ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. ചുമ്മാ അവിടെ ഒന്ന് കറങ്ങി നടക്കണം. നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു ഗൈസ്. നമുക്ക് പ്രോപ്പറായിട്ട് വീട്ട് തുടങ്ങാൻ ലെറ്റ്സ് പ്ലേ ബാക്കി. ഇപ്പം എന്തായാലും ഫസ്റ്റ് നമ്മൾ കയറി വന്ന് തന്നെ യാത്ര ചെയ്യും. നമുക്കതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പോയിന്റിലേക്ക് പോകാം. നമുക്കിപ്പം എനിക്ക് തോന്നുന്നു അവസാനം വീടുണ്ടാക്കാൻ എങ്ങാണ്ടാണ് ഈ വുഡും ഈ ഞാനിവിടെ സ്റ്റോൺ സ്മെൽട്ടറൊക്കെ ഉണ്ടാക്കി. എന്തോത്തിനാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചത്. ചുമ്മാ ഹോപ്പർ കിട്ടിയപ്പോൾ എന്തോ കോപ്രായം കാണിക്കാനായിട്ട് അങ്ങ് ഉണ്ടാക്കിയതാണ്. ഒരു കാര്യമില്ല, മര്യാദ സ്മെൽറ്റ് ചെയ്താൽ മതിയായിരുന്നു. മണ്ടയ്ക്ക് ഒരു ജസ്റ്റ് താഴെ ഒരു ജസ്റ്റ് ഹോപ്പർ ഇതിനകത്ത് 64 സ്റ്റാക്ക് ജോലി ഇരിപ്പുണ്ട്. അതുകൂടെ ഇതാവട്ടെ. എന്തിനാണ് ഒരു ട്രേഡർ നിൽക്കണം അവിടെ. ഇന്റർഫേസ് അപ്ഡേറ്റ് വന്നതിന് ശേഷം എല്ലാം മാറി. എന്താ അറിയത്തില്ല, സെറ്റിങ്സ് ഉൾപ്പെടെ മാറി. അതിനോടെല്ലാം നിൽക്കട്ടെ. നമുക്കപ്പം ബാക്കി അതിനകത്ത് ആർമറൊക്കെ എന്ത് ചത്തായിരുന്നു. എനിക്കറിയത്തില്ല. ഇതിനകത്ത് 21 ഇപ്പോൾ എൻ്റെ ആർമർ കാണുന്നില്ല. ഇവിടെ എൻ്റെ വില്ലേജറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മരി തുറന്നിട്ടു. രണ്ടാമത് അതിനെ അടച്ചു വെച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ അവിടെ ഉണ്ടോയെന്ന് വിട്ടു വയസ്സ്. എല്ലാം ഞാൻ മറന്നുപോയി. എനിക്ക് ലാസ്റ്റ് കളിക്കാനേ മറന്നു. ഇത്രയും ദിവസം എടുക്കാതിരിപ്പുണ്ട്. ഉണ്ടോടെ അതിനകത്ത് ഉണ്ട്. ഇതിനകത്ത് ഇതിനകത്തുണ്ട്. അത്ര അറിഞ്ഞാൽ നമുക്ക് എന്തായാലും എൻ്റെ അയണാർബർ സാധനം ഒന്നും കാണാത്തോണ്ട് ബണ്ട് ലിങ്ക് ചെയ്യണം. കുറച്ച് ഫുഡും എടുത്ത് കുറച്ച് ഫുഡും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു അയൺ സെറ്റ് ഉണ്ടാക്കട്ടെ. നമുക്ക് കുറച്ച് അയൺ മൈൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങി. എന്തോ വേണം. ഇതൊക്കെ ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് വെച്ചത്. എൻ്റെ അയൺ പിന്നെ കാണുന്നില്ല. കുറെ കാലം മൈൻക്രാഫ്റ്റ് ഒക്കെ തുടങ്ങിയിട്ട് അന്ന് 3 മാസം മുമ്പ് നിർത്തിയതാണ്. ഇനി ഇതുവരെ എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഗൈസ്. നമുക്ക് മരം വെട്ടിക്കൊണ്ടുവരാം ഗൈസ്. ഈ മൈൻക്രാഫ്റ്റ് എങ്ങനെയാണ് കളിക്കുന്നത് മറന്നുപോയ ഗൈസ്. എല്ലാം ചെയ്യാനാണ്. ഈ മരം ഞാൻ അന്ന് ഇവിടെ കൊണ്ടുവച്ചതാ. തുടങ്ങിയപ്പോ ഈ മരമൊന്നും വളരാനായിട്ട് എത്ര കാലം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ആ മരം വളർന്നിട്ട് എനിക്ക് ഓടി നടക്കാൻ തോന്നിയത് എന്തെങ്കിലുമൊക്കെ ഗൈസ്. ഈ എപ്പിസോഡ് ഈ പാർട്ടി നമ്മൾ ചുമ്മാ അങ്ങോട്ട് കറങ്ങി നടക്കുകയും പ്രത്യേകിച്ച് പണിയൊന്നും എനിക്കില്ല ചെയ്യാൻ. അടുത്ത എപ്പിസോഡ് നമുക്ക് കാര്യമായിട്ട് അയൺ ഫാമും ഫാമും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സോബിയുടെ സൗണ്ട് ഉണ്ട്. അവിടെ പോയി സോബി സ്പോൺ ഒന്നും കാണില്ല. എവിടെ നിന്നാണ് അറിയാൻ നോക്കണം ഗൈസ്. കണ്ടുപിടിക്കണം. കണ്ടാ ഗൈസ്, ഹൂ ഈസ് ദിസ്? എത്രണ്ണം അവിടെ നിൽക്കുന്നേ? മരം അടിച്ചു വരാൻ അങ്ങനെയൊന്നും ഇല്ലാത്തോണ്ട് ചാവും. ചാന കട്ടില്ല. എടാ പോടാ പട്ടി. എടാ ചത്തടാ. കൈ ടൂൾ സാധനം ഒന്നും ഇല്ലാത്തോണ്ട് അമ്മ നയ്യാനും പറ്റത്തില്ല. എന്റെ വുഡ് കുത്തയാളെ വെച്ച് ചടല് പോയാ
അയ്യോ അയ്യോ എന്തോ ഗൈസ് കണ്ട ഇവരെ കണ്ണിനൊക്കെ എന്തോ പറ്റി എന്തോ ഒരു മാറ്റം എന്തൊക്കെയോ ചെറിയ മാറ്റം എന്താ അറിയില്ല നോക്കണം ഇതൊക്കെ ആ ഇപ്പൊ അതവിടെ കിടക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ബാക്കിയൊക്കെ ഒന്ന് ഒരു പറയാം ഗൈസ് എന്തോ കുറെ കാലം കഴിഞ്ഞിട്ട് മൈൻക്രാഫ്റ്റ് എടുക്കുന്നതിന്റെ ഒരു രസമുണ്ട് ടൂൾസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് അയൺ കുറവാണെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് വെച്ചാൽ പണിക്കില്ല എഫിഷ്യൻസി 100 ആണ് എന്തോ മൈൻക്രാഫ്റ്റ് കുറെ കാലങ്ങൾക്ക് ശേഷം കളിക്കുന്നോണ്ട് ആ കത്തി 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 ഈ കൊച്ചു തോന്നി ചാവത്തു ഇല്ലയോ എടാ എന്റെ സാധനം എന്റെ പോയി അയ്യോ നമുക്കതിനെ മേലോട്ട് വിളിച്ചോണ്ട് വരാം അവിടെ അടിക്കാൻ പറ്റുന്നില്ല തോയിക്കുന്നു പഞ്ഞ എടാ ഇവിടെ വാടാ ഇവിടെ വാ പെട്ടെന്ന് കത്തിട്ട് പിന്നെ അല്ല ഞാനൊരു സംഭവം ഗോൾഡിന്റെ സാധനം ആയതുകൊണ്ട് ഈ സാധനമൊക്കെ പൊട്ടിയും പോകും അത്ര അൺഫയറിംഗ് ഉണ്ടായാലും എഫിഷ്യൻസി ഉണ്ടായാലും അതെ ഗൈസ് നമ്മളിപ്പം മേലോട്ട് വരാം പിന്നെ നമ്മൾ ഗീവ് എവേഡായി പറഞ്ഞിട്ടായിരുന്നു നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഗീവ് എവേഡായിട്ട് എല്ലാവരും കയറി നോക്കുക ഇൻസ്റ്റ ഐ ഡി കമൻറ്റ് ഇടാൻ മറക്കരുത് ചിലരൊന്നും ഇൻസ്റ്റ ഐ ഡി കമൻറ്റ് ഇടുന്നില്ല അപ്പോൾ ഇൻസ്റ്റ ഐ ഡി കമൻറ്റ് ഇട്ടാൽ അത്രയും സൗകര്യമായിരിക്കും കാരണം നമുക്ക് മെസ്സേജ് ഇടാൻ പറ്റത്തില്ല ഇൻസ്റ്റ ഐ ഡി ഇല്ലെങ്കിൽ ഇതിനകത്ത് ചുമ്മാ ഇന്ന് നമ്മൾ വെറുതെ എപ്പിസോഡ് തുടങ്ങിയതാണ് ഗൈസ് വെറുതെ ഒന്ന് കറങ്ങി ജസ്റ്റ് ഇവിടെ തന്നെ നിന്ന് തെക്കോട്ടും നോക്കാൻ അടുത്ത എപ്പിസോഡ് നമ്മൾ പ്രോപ്പറായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ എന്തുണ്ടാക്കണം മോക്ക് ഫാമോ അല്ല അയൺ ഫാമോ എല്ലാം ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുക അയൺ ഫാം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വീട് ഉണ്ടാക്കാനായിരിക്കും പിന്നെ എനിക്കിപ്പോൾ ഒരു മോക്ക് ഫാം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ചോദിച്ചു നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും അപ്പം ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന സൈനിങ് ഓഫ് ഗൈസ്